ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ചൂസ് വ്ളോഗ്. അപ്പോൾ എന്ത് കഥയല്ലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ. അപ്പോൾ നമ്മൾ എവിടെ പോകുന്നതെന്ന് അറിയാം, നമ്മൾ പോകുന്നത് നേരെ കാസർഗോഡ് ടൗണിലേക്കാണ്. എന്ന് വെച്ചാൽ കുറച്ച് സാധനം മേങ്ങാനും പിന്നെ അതുപോലെ മീനെല്ലാം മേങ്ങാനും. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഫസ്റ്റ് തന്നെ പോകുന്നത് മീൻ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ അതെല്ലാം വീഡിയോ എല്ലാം എടുത്തിട്ട് നിങ്ങൾക്കെല്ലാം കാണിക്കാം അങ്ങനെയെല്ലാം നിറച്ച് ഗൈസ്. അങ്ങനെ ഇത് നമ്മൾ നേരെ കാസർഗോഡ് ടൗണിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ കാറെല്ലാം പാർക്ക് ചെയ്ത് നമ്മൾ ഇതാ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നടക്കുമ്പോൾ ഇതാ കുറേ പൂക്കളാണ് ഗൈസ് കാണുന്നുള്ളത്. ആടില്ലാത്ത പൂ തന്നെ ഇല്ല എന്നുവെച്ചല്ല, അത്രക്ക് പൂക്കളാണ് ഗൈസ്. അങ്ങനെ ഇതാകുമ്പോൾ നേരെ നടന്നു പോകുമ്പോൾ കുറേ സാധനം എന്ത് വേണമെങ്കിൽ നമുക്ക് മേങ്ങാം. പക്ഷെ നമ്മൾ ഇതേ ബൈലാണ് ഗൈസ് തിരിച്ച് വരുന്നുള്ളത്. അപ്പോൾ വെറുതെ ഇങ്ങനെ കയ്യിലും പിടിച്ചിട്ട് പോകണ്ടേ, അങ്ങനെ നമ്മൾ എന്ത് മേങ്ങാന്നിട്ട് വരുമ്പോൾ മേങ്ങാത്ത. അങ്ങനെ ഇതാ നമ്മൾ നേരെ മീൻ മാർക്കറ്റിലേക്കാണ് ഗൈസ് നടക്കുന്നുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ ചെറുങ്ങനെ മഴ പാറ്റുന്നുണ്ട്. പണി കിട്ടിയാന്ന് ഡൗട്ട്. പിന്നെ അനുച്ചക്കോടെല്ലാം പിടിച്ചിട്ടുണ്ട് അതിന് കയ്യിൽ, അതിനോട് പേടിയില്ല. അങ്ങനെ നമ്മൾ നേരെ നടക്കാണ് ഗൈസ്. അങ്ങനെ ഏകദേശം നമ്മൾ മീനിൻ്റെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ ഉണക്കല്ല ഫസ്റ്റ് തന്നെ കാണാൻ തുടങ്ങി. അവിടെ ഇല്ലാത്ത ഉണക്കില്ല ചില പലതരം ഉണക്കാണ് ഗൈസ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്ത് വേണമെങ്കിൽ കിട്ടും. അങ്ങനെ ഇതാകുമ്പോൾ കയറിയിട്ടുണ്ട് ഗൈസ്. എന്താ വെച്ചാൽ താഴെ തൊട്ട് മീത്തോളം ഇങ്ങനെ ഫുള്ള് മീനായിരിക്കും, പല തരം മീൻ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫ്രഷ് തല്ലേ നമ്മളിങ്ങനെ വിളിക്കുന്നത് നല്ല മീൻ മക്കളെ മേങ്ങ അങ്ങനത്തെ. അങ്ങനെ നമ്മൾ തിരിച്ച് നേരെ മീത്തെല്ലാം പോയിട്ട് ഫുള്ള് നോക്കിയിട്ടെല്ലാം വരാം. എന്താ വെച്ചാൽ മീത്തെല്ലാം ഫുള്ള് മീൻ തന്നെ. അപ്പോൾ എവിടെന്നെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മേങ്ങാൻ മതിയില്ല, നല്ല ഫ്രഷ് നോക്കിയിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് മീനെല്ലാം മേഞ്ഞിട്ടുണ്ട് നല്ല നോക്കിയിട്ട്. പക്ഷെ മഴ ആയതുകൊണ്ടല്ല ഫുൾ അൽക്കുലത്തായിനാടെ. അങ്ങനെ ഇതാ നമ്മൾ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം മേഞ്ഞിട്ട് നേരെ പൈക്കാൻ തുടങ്ങി ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ ഒരു ഹോട്ടലിലേക്ക് കയറിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാട്ട് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ മീൻ ലാസ്റ്റ് കയ്യിൽ കിട്ടിയിട്ടാകുമ്പോഴേക്കും എന്തെടുക്കും എന്ന് വെച്ചിട്ട് ലാസ്റ്റ് അടുത്ത് തന്നെ ഫ്രൈഡ് റൈസ് ആണ് ഗൈസ്. അങ്ങനെ ആ ലഞ്ച് ടൈം ആയതുകൊണ്ട് അതും തോന്നിയിട്ട് നമ്മൾ നേരെ പോയത് എടുക്കുന്നറിയോ പൊരുക്കന്നെ. എന്നിട്ടാണ് ഗൈസ് പിന്നത്തെ കഥ ചെല്ലുന്നത്. എന്തെന്നല്ല, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഗൈസ് ഡ്രൈവിംഗ് ആക്കാവുന്നത്. പക്ഷെ ഞാൻ ഇതുവരെ ഡ്രൈവിംഗ് ആക്കാൻ പോയിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ കൂടി നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ അപ്പം അന്വേഷിച്ചാൽ ഞങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കണമെന്ന് വെച്ചാൽ അതാണ് എൻ്റെ ആശയം. അപ്പോൾ എല്ലാം ഈ നാട്ടിലെത്തിട്ട് ഞാൻ എന്തായിട്ട് പഠിപ്പിക്കാം. അങ്ങനെ ഒരു ശരി അന്നത്തെ ബൈറ്റാണ് ഗൈസ്. അങ്ങനെ ഞാൻ കാർ വിട്ടാൻ ആദ്യമായിട്ട് ഇരുന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയിട്ട് നേരെ ഗ്രൗണ്ടിലേക്കാണ്. എന്താ വെച്ചാൽ തട്ടലും മുട്ടലും നായറിൻ്റെ അകത്ത് നേരെ ഗ്രൗണ്ടിൽ പഠിപ്പിക്കാനാണ് ഫസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട്. എന്താ വെച്ചാൽ എല്ലാവരും ഗ്രൗണ്ടിലേക്ക് തന്നെ ആദ്യമായിട്ട് പോക്കും. അങ്ങനെ ഇതാ ഗ്രൗണ്ടിൽ എടുക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് റീൽസിലെല്ലാം കണ്ടിട്ടുണ്ട് പഠിപ്പിക്കുന്ന ആളെന്ന് ബട്ടും കാര്യങ്ങളെല്ലാം കേൾക്കേണ്ട പേരും. പക്ഷെ എനിക്ക് എന്ത് കേൾക്കേണ്ട വന്നത് എന്താ വെച്ചാൽ നല്ല ഓട്ടി ഗൈസ്. അങ്ങനെ അനുച്ചക്ക് മനസ്സിലായി ഞാൻ നല്ല പോലെ എടുക്കും. അങ്ങനെ ജസ്റ്റ് ഇതാ അങ്ങനെ ഇത് നമ്മൾ റോട്ടിലേക്ക് ഇറക്കിയിട്ടുണ്ട് ഗൈസ്. കാരണം വെച്ചാൽ നമ്മൾ ഗ്രൗണ്ടിലല്ല ഓട്ടുന്നത്, റോട്ടിലല്ല ഗ്രൗണ്ടിൽ തന്നെ പഠിച്ചെങ്കിൽ മതിയാ. കുറച്ചെല്ലാം റോട്ടിലും പഠിക്കാത്ത അങ്ങനെ ഇറക്കിയതാണ് ഗൈസ്. എൻ്റെ മനസ്സിലുണ്ടായത് ഫ്രണ്ടിൽ ആരും വന്നിട്ടുണ്ടല്ലോ ഞാൻ. അങ്ങനെ നമ്മൾ ഓട്ടാനെടുത്ത് റോഡ് ചെയ്തെന്നറിയാം നമ്മൾ ഇരണി റോട്ടിലാണ് ഗൈസ് ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തിട്ട്. കാരണം വെച്ചാൽ അതിലെ ആളും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നല്ല ധൈര്യത്തിൽ തന്നെ ഓട്ടാം, എന്താ വെച്ചാൽ പേടിക്കാനൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഫസ്റ്റ് ഞാൻ ഓട്ടി തന്നെ അതിലാണ് ഗൈസ്. അങ്ങനെ പിന്നെ നമ്മളെല്ലാം ഞാൻ കുറച്ച് ഓക്കെയാണെന്ന് അനുസരിച്ച് തോന്നിയുണ്ട്. ഞാൻ വെച്ചാൽ ഇനി ഹൈവേയിൽ നീ എടുത്തോ പ്രശ്നമില്ല. അങ്ങനെ ഇതാ ഗൈസ് ഞാൻ ഹൈവേക്ക് ഇറങ്ങി. അങ്ങനെ കുറച്ച് ഓട്ടിയോണ്ട് തോന്നും ഗൈസ്. തന്നാൽ തന്നെ സ്പീഡ് കൂടുന്നുണ്ട്. അപ്പോൾ അരിച്ചാൽ കുറഞ്ഞങ്ങ് സാറല്ല കൂട്ടാൻ പോയിരണ്ടാത്. അങ്ങനെ ഇതാ അപ്പം ഇതന്നെ ഗൈസ് ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോയ കഥയും ചെല്ലിയെങ്കിൽ. അങ്ങനെ നമ്മൾ നേരെ പൊരുക്ക് പോകുമ്പോണ്ട് ഗൈസ് ഈ ഒരു ചെറിയ കട കാണുക. ഇതെന്തൊന്നും മനസ്സിലായില്ലേ, പാനിപ്പൂരി ദൽപൂരി അതെല്ലാം കിട്ടുന്ന. അപ്പം നമുക്ക് ഇങ്ങനത്തെ മസാലപ്പൂരി എല്ലാം തിന്നാൻ ആസായിട്ട് ഇതാ നമ്മൾ നേരെ ആ ഒരു കടക്ക് പോയി. അങ്ങനെ ഇതാണ് ഗൈസ് മസാലപ്പൂരി. അങ്ങനെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഗൈസ്. അങ്ങനെ അതെല്ലാം തിന്നിട്ട് നമ്മൾ ഇങ്ങനെ ബിസ്ലം പറഞ്ഞുകൊണ്ട് ആടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കഥയും ചെല്ലുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ആക്കുക, സബ്സ്ക്രൈബ് ആക്കുക, സപ്പോർട്ട് ആക്കുക ഗൈസ്, മറക്കണ്ട.